നമ്മുടെ അവസാന യാത്രയ്ക്ക് ശേഷം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ? ആൻസർ ഈസ് ബിഗ് നോ. നമുക്ക് ഒരു പൈസയും കിട്ടുന്നില്ല. എത്രയായിരിക്കും ബഡ്ജറ്റ്? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. വെറും 65,000 രൂപ മാത്രം. നമുക്ക് ഇതുപോലെ യാത്ര ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാ സാധാരണക്കാരായ മനുഷ്യർക്കും ഇതുപോലെ യാത്ര ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു കുടുക്ക അങ്ങ് മേടിച്ചു കേട്ടോ. കുടുക്ക മേടിച്ചിട്ട് ഇതിനകത്ത് ഡിസംബർ 25 ടാർഗറ്റ് ചെയ്തിട്ട് നേപ്പാൾ, ഷിംല, അതേപോലെ തന്നെ ഡൽഹി എന്ന് പറയുന്ന 3 കാര്യങ്ങൾ എഴുതിയിട്ട് 3 സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ പ്ലാനിൽ മാറ്റങ്ങൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് പ്ലാൻസ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ വന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ 1 വർഷം മുമ്പേ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ എന്താ പറയുക, കുറച്ച് പൈസ ആയിട്ട് നമ്മൾ ഇട്ട് വയ്ക്കാനുള്ളൊരു ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം സമൂഹത്തിലുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കൺസെപ്റ്റിനെതിരാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതറ്റത്തേക്ക് വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളതിന് സാധാരണക്കാർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കേട്ടോ. പൂർണ്ണമായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ നമ്മുടെ ഈ യാത്ര. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിലും ബസ്സിലും അതേപോലെ തന്നെ ഓട്ടോറിക്ഷയിലും ഒക്കെ സഞ്ചരിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാന ഉദ്ദേശം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ചില ആഗ്രഹങ്ങളും ചില സ്വപ്നങ്ങളും ഉണ്ട്. അത് സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്. അതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലേക്കും, ഞങ്ങളിൽ പോയ ഓരോ സ്ഥലങ്ങളിലേക്കുമുള്ള ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് തന്നെ നമ്മളത് വെൽ പ്ലാൻഡ് ആയിട്ട് 1 ഇയർ കൊണ്ട് നല്ലപോലെ ബ്രെയിൻ സ്ട്രോം ചെയ്ത് ആണ് ഓരോ റൂട്ടും നമ്മൾ ഡിസൈഡ് ചെയ്തത്. നമ്മൾ പോയ ഓരോ സ്ഥലങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. അതിൽ ഒന്നാണ് നമ്മുടെ താജ്മഹൽ, 2 നമ്മുടെ വാഗാ ബോർഡർ, 3 നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ, അതേപോലെ തന്നെ 4ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ ടോയ് ട്രെയിനിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഹിമാലയൻ ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും മനോഹരമായിട്ടുള്ളൊരു ട്രെയിൻ യാത്ര വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം മലനിരകളെ കീറിമുറിച്ചുകൊണ്ടുള്ള ആ ട്രെയിനിൻ്റെ ഒരു യാത്ര നമ്മളെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ യാത്രയാണത്. അതുപോലെ തന്നെ 5ാമത്തെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മണാലിയിൽ പോയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞ് കാണണമെന്നുള്ളൊരാഗ്രഹം. 6ാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ, കുത്തബ് മിനാർ, ഇന്ത്യ ഗേറ്റ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണണമെന്നുള്ള. 7ാമത്തെ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യം സന്ദർശിക്കുക, അതായത് നേപ്പാൾ സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ആഗ്രഹം. അപ്പം ഈ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഊന്നിയാണ് നമ്മുടെ ഈ യാത്ര നമ്മൾ പ്ലാൻ ചെയ്തത്. അതെല്ലാം നമുക്ക് സാധിക്കുകയും ചെയ്തു. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ യാത്ര ചെയ്തു. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും യാത്ര ചെയ്യാൻ പറ്റും, അവിടുത്തെ ആൾക്കാരെ കാണാൻ പറ്റും, അവിടുത്തെ
ലോക്കലായിട്ടുള്ള ഫുഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണുക, നിങ്ങളെല്ലാവരും യാത്ര ചെയ്യുക, യാത്രകൾ ആസ്വദിക്കുക, യാത്രകൾ തുടരട്ടെ.